രാവിലെ എഴുന്നേറ്റ് ഇതാ മുറ്റത്ത് വന്ന് നോക്കിയപ്പോൾ ഇതേ ഒരാൾ വഴുതിട്ട് വന്നിരിക്കുന്ന ആരാണെന്നല്ല നമ്മുടെ സൂര്യൻ ചേട്ടൻ. അപ്പോൾ സൂര്യൻ ചേട്ടനൊക്കെ ഒരു ഹായ് കൊടുത്തിട്ട് ഇതാ നേരെ പോയി ഇന്നലെ അരച്ച് വെച്ച മാവ് എന്തായാലും ഒക്കെ നന്നായിട്ട് പൊളിച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു വീട്ടിലെ സ്റ്റൈൽ മസാല ദോശ ഉണ്ടാക്കണം. അപ്പോൾ പൊട്ടറ്റോ നല്ല രീതിയിൽ ഉപ്പും മഞ്ഞളും വെള്ളമൊക്കെ ഒഴിച്ച് വേവാൻ വേണ്ടി വെച്ചിട്ട് മസാലയ്ക്കുള്ള ബാക്കി വെജിറ്റബിളിൻ്റെ പ്രിപ്പറേഷൻസിലോട്ട് പോയി. ഒന്നുമില്ല, അത് സിമ്പിൾ. നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോഴേക്കും ഇങ്ങനെയായിട്ട് വരും ഗൈസ്. എന്താ വീട്ടിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ചായയും തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൊടിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് നമ്മുടെ മസാലയുടെ പ്രിപ്പറേഷൻസ് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് നമ്മൾ അരിഞ്ഞ് പെറുക്കി വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് പിന്നെയും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അപ്പോൾ എന്നിട്ട് നല്ല രീതിയിൽ ഒരു പ്രത്യേക തരം അടപ്പ് കൊണ്ട് അത് അടച്ച് വെച്ച് അടപ്പിൻ്റെ ലിങ്ക് ചോദിക്കരുത് എൻ്റെ കയ്യിലില്ല. ഓക്കെ, അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. അതപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ തൊലി ഒഴിച്ച് നമ്മൾ നോർമലായിട്ട് തൊലി ഒഴിച്ച് വേവിക്കുന്നതിനെക്കാളും എനിക്ക് ഇച്ചിരി കൂടി സിമ്പിളായിട്ട് തോന്നി ഇതാണ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ തൊലി ഉരിച്ചെടുക്കാമല്ലോ. അപ്പോൾ തൊലിയൊക്കെ ഉരിച്ചെടുത്ത് ഇതായി പൊട്ടറ്റോ നമ്മൾ മാഷ് ചെയ്യാൻ പോകണം. മാഷ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ചോദിക്കണ്ട ഗൈസ്, നമ്മുടെ പൊട്ടറ്റോ മാഷറാണിത്, സൂപ്പറല്ലേ. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ മസാലയിലോട്ട് കൊണ്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാല ഈ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് നമ്മുടെ ദോശയുടെ പ്രിപ്പറേഷൻസിലോട്ട് പോകും. അപ്പോൾ മാവെടുത്തിട്ട് ആദ്യം നമ്മുടെ ദോശ തട്ടെടുപ്പ് വെച്ച് അതിലോട്ട് നമ്മൾ മാവ് ഇങ്ങനെ ഒഴിച്ചുള്ള റൗണ്ടാക്കി അതിലോട്ട് ഇച്ചിരി നെയ്യ് തൂക്കി എന്നിട്ട് മുരിഞ്ഞ് വരുമ്പോൾ അതിലോട്ട് മസാല ഇടും. സാധാരണ ഒരു സൈഡിലൊക്കെയാണ് മസാല ഇടുന്നത്. ഞാൻ മസാല ഇട്ട് ഫുൾ സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡിലെ മസാല എല്ലാ ഭാഗത്തേക്കും നല്ല കുതിർന്ന ദോശ നല്ല സോഫ്റ്റ് മൊരിഞ്ഞായിട്ടിരിക്കും. അപ്പോൾ അത് മസാല ആയിട്ടുണ്ട്, മസാല ദോശ ആയിട്ടുണ്ട്. അപ്പോൾ ബായ്.